ഫോളിക്കൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ പ്രിയപ്പെട്ട അമ്മയ്ക്കും സഹോദരിമാർക്കും മക്കൾക്കുമൊക്കെ നിരന്തരം ഫോളിക് A9 പ്ലസ് ആവശ്യമാണ്. അപ്പൊ അയണും ഇതുപോലെ തന്നെയാണ്. ഒരു ദിവസം 4 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 200 mcg വേണം. 9 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് 13 mcg വേണം. ടീനേജ് ഉള്ളവർക്ക്, അതായത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് 400 mcg വേണം. 19 വയസ്സിന് മുകളിലുള്ളവർക്ക് 400 പ്ലസ് ആവാം, 400 mg എങ്കിലും വേണം. പ്രഗ്നൻസി ഉള്ളവർക്ക് അയൺ ഒരു 600 mcg എങ്കിലും വേണം. കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ മിനിമം അവർക്കൊരു 500 mcg എങ്കിലും വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധാരാളം ഇത്തരം സപ്ലിമെന്റ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇത് ഞാൻ ഫോളിക്കിനും അയണിനെ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അയണിനാണെങ്കിൽ ഡെയിലി കുട്ടികൾക്ക് 4 മുതൽ 8 വയസ്സ് വരെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെ 10 mg വേണം. 9 മുതൽ 13 വരെ 8 mg എങ്കിലും വേണം മിനിമം. ആൺകുട്ടികളാണെങ്കിൽ 11 mg എങ്കിലും വേണം. 15 വയസ്സ് വരെയാണെങ്കിൽ 15 mg എങ്കിലും വേണം. അങ്ങനെ പ്രായമായി ആളുകൾക്കാണെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് 8 mg എങ്കിലും വേണം. ഇത് ഓർത്തു വയ്ക്കുക, നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അയണും ഫോളിക്കും നമ്മുടെ ഹ്യൂമൻ ബോഡി എങ്ങനെയാണ്. ഓക്സിജനും ബ്ലഡിനെ നാം നേരത്തെ പറഞ്ഞു ഹീമോഗ്ലോബിന്റെ കാരിയേഴ്സ് ആവുന്നുണ്ട്. ഓക്സിജന് നമുക്ക് ശരിയായ രീതിയിൽ വീക്ക് ആയിട്ടുള്ള ഏരിയയിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദിവസവും എല്ലാ ഓർഗൻസ്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും അയണും ഫോളിക്കും കൃത്യമായിട്ട് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ടിഷ്യൂകൾ, കോശങ്ങളും കലകളെയും ലൈവായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കിന്നില് ചുളിവുകൾ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിന്റെ നിറം, ബ്ലഡ് ചുവപ്പാണ്, ഒരു ഇരുണ്ട ചുവപ്പാണ്, അത് നിലനിർത്താൻ അയണും ഫോളിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. ബ്ലഡിന്റെ ക്വാളിറ്റി കൂട്ടാൻ, ബ്ലഡിന്റെ ക്വാളിറ്റി, നല്ല ശുദ്ധമായിട്ടുള്ള ബ്ലഡ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ബ്ലഡ് റെഡ് സെൽസിനെ വളർച്ചയ്ക്ക്, അതോടൊപ്പം തന്നെ എല്ലുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അതിന്റെ ബലത്തിന്, അതിന്റെ കാഠിന്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിലേക്ക് ഫാസ്റ്റർ ആയിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ അയണും ഫോളിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏതാണ്ട് നമ്മുടെ ഓരോരുത്തർ എക്സസൈസ്, വ്യായാമങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ലങ്സ്, ശ്വാസകോശത്തിലേക്ക് കൃത്യമായിട്ട് ഓക്സിജൻ എത്തിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, നിശ്വാസവായു, പുറത്തോട്ട് പോകുന്ന വായുവിനെ ലങ്സിൽ നിന്ന് പുറത്തു കളയാൻ എല്ലാം നമുക്ക് അയൺ ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ